മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടുള്ള ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം രാഷ്ട്രീയമായ ഗൂഢാലോചനയാണെന്നും അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കെയുള്ള ഒരു ഗൂഢതന്ത്രമാണ് എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ ഇത്തരമൊരു വാർത്ത വരുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കും. 2023 ഫെബ്രുവരി ഹാജരാകാനാണ് സമൻസ് അയച്ചത്. അദ്ദേഹം ഹാജരായില്ല. അതിനുശേഷം ഈ വിഷയത്തിൽ ED യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടേയില്ല. ഇതിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങൾ പൊള്ളത്തരം വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായി ED മാറിയെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്തെങ്കിലും കഴമ്പുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ 1.5 വർഷത്തിലധികമായി ED വെറുതെ ഇരിക്കുമായിരുന്നു. ഹാജരാകാത്ത ഒരാൾക്കെതിരെ ഒരു ചെറിയ തുടർനടപടി പോലും എടുക്കാത്ത ED ഈ കേസിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്.